നമസ്തേ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞിട്ടേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബേലയും സാഹിലിൻ്റെയും സ്കൂൾ ജീവിതത്തിലെ ഒരു അനുഭവം, അവർക്ക് മറക്കാൻ സാധിക്കാത്തൊരു അനുഭവമായിരുന്നു. കണക്കെടുക്കുന്ന അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മോശം അനുഭവം. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് കൊണ്ടാണ് അധ്യാപകനെ ചെയ്തത്. അതിൽ വലിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം നല്ല കുട്ടിയാണ് ബേല എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും സാഹിൽ തെറ്റിദ്ധരിക്കുമോ എന്ന് ബേലയ്ക്കൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത ഭാഗം. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होय होय सफ़ेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. दीपावली की छुट्टियों के बाद, ദീപാവലി അവധി കഴിഞ്ഞ്, നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ ഓണം പോലെ തന്നെ അവർക്ക് കുറച്ച് ദിവസം അവധി കൊടുക്കും. അങ്ങനെയുള്ളൊരു ചെറിയൊരു അവധി കഴിഞ്ഞ്, ദീപാവലിയുടെ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തിയപ്പോൾ ബേലയുടെ തലയിൽ ചെറിയൊരു മുറിവൊക്കെ പറ്റിയിട്ട് ഒരു വെള്ളത്തുണി കൊണ്ട് പട്ടി ബാന്ധനം മുറിവ് കെട്ടുക എന്നർത്ഥം. ഒരു വെള്ളത്തുണി കൊണ്ട് മുറിവൊക്കെ കെട്ടിയിരിക്കുന്ന കണ്ടു. അപ്പോൾ കുട്ടികൾ, ചെറിയ കുട്ടികളാണ് അവർ. കോയി ഉസേ, ചില കുട്ടികൾ ഹോയ് ഹോയ് സഫേദ് പട്ടി, വെള്ളത്തലൈക്കെട്ടുകാരി എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങി. ചില കുട്ടികൾ സുൽത്താന ഢാക്കു, കൊള്ളക്കാരുടെ സുൽത്താൻ എന്ന് പറഞ്ഞു. ഢാക്കു മീൻസ് കൊള്ളക്കാരെന്നർത്ഥം. അപ്പോൾ കൊള്ളക്കാരുടെ തലവൻ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയും പറഞ്ഞു. കോയി കുച്ച് ഔർ, ചില ആൾക്കാർ വേറെ എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഉസേ ചിഡാരഹാഥ, ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭവും അവിടെ ഉണ്ടായിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുവേ പൂച്ച. ബേലയുടെ തലയിലെ മുറിവ് കണ്ടപ്പോൾ സാഹിലിന് വളരെ വിഷമമായി. പരേശാൻ എന്ന് പറഞ്ഞാൽ വിഷമം, വളരെ സങ്കടമായി. സാഹിൽ ചോദിച്ചു, എന്താ പറ്റിയത് എന്ന് ബേലയോട് ചോദിച്ചു. छत से गिर गई, बेला ने हंसते हुए कहा और कहा बहुत दिन हो गए, आज गेल घंटी में गांधी चौक में लंगड़ी टांग खेलेंगे. അപ്പോൾ പറഞ്ഞു ഛത് സേ ഗിർ ഗയി, ഛത് മേൽക്കൂര, വീടിൻ്റെ മുകളിൽ നിന്നും വീണതാണ്. ബേലാനെ ഹസ്തേ ഹുവേ കഹ, കുട്ടിക്ക് സങ്കടമൊന്നുമില്ല, കുട്ടി ചിരിച്ചുകൊണ്ടാണ് ബേല മറുപടി പറഞ്ഞത്. എന്നിട്ട് പറയാണ് ബഹുദ്ദിൻ ഹോയി, കുറേ ദിവസമായില്ലേ, ആജ് ഗേൽ ഘണ്ടി മേം, അതായത് ഗേൽ ഘണ്ടി പറഞ്ഞാൽ പി ടി പീരീഡിലെ ഗാന്ധി ചൗക്ക് മേ ലംഗടി ടാങ്കേലെങ്കിൽ, ഗാന്ധി ചൗക്ക് എന്നാൽ ഗാന്ധി പ്രതിമ, സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ഗാന്ധി പ്രതിമ ഉണ്ടാവും. ആ ഗാന്ധി പ്രതിമയുടെ ചുറ്റും ലംഗടി ടാങ്കേലെങ്കിൽ, ലംഗടി ടാങ്ക് ഒരു കളിയാണ്, നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. ആ കളി നമുക്ക് കളിച്ചാലോ എന്ന് കുട്ടി വിചാരിച്ചു. ചിത്രത്തിൽ മനസ്സിലാവുണ്ടാവും. നമ്മൾ പണ്ട് പട്ട് കളിക്കാന്നൊക്കെ പറയും, എല്ലൊക്കെ ഇട്ടിട്ട് കളിക്കുന്ന ഒരു കളിയുണ്ട്. ആ കളിക്കാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു പേര്. അപ്പോൾ ഇന്ന് ആ സമയത്ത് കളിച്ചാലോ എന്ന് ചോദിച്ചു. നെഹിം ഖേലെങ്കെ തേരെ സിർമേ ഫിർസെ ലഗ് ജായേഗി. പക്ഷേ സാഹിലിനെ ആ മുറിവ് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ട് പറഞ്ഞു, നെഹിം ഖേലെങ്കെ, ഇല്ല കളിക്കാനും സാധിക്കില്ല, ഫിർസെ ലഗ്, നിനക്ക് ഇനി വീണ്ടും എന്തെങ്കിലും മുറിവ് പറ്റിയാലോ, അതുകൊണ്ട് കളിക്കണ്ട എന്ന് പറഞ്ഞു. നെഹിൻ ലഗേഗി, ബേലാനെ ജിദ് കിയ. ജിദ് കർണ പറഞ്ഞാൽ വാശി പിടിക്കുക എന്നർത്ഥം. പെൺകുട്ടി വാശി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല എനിക്കൊന്നും പറ്റില്ല. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल कंटी लंगड़ी टांग खेली. അങ്ങനെ വേ ഹമേശ की तरह, പതിവ് പോലെ, സാരേ ബച്ചോं के साथ, എല്ലാ കുട്ടികളുടെയും ഒപ്പം, ഗാന്ധി ചൗക്ക്, ആ ഗാന്ധി പ്രതിമയുടെ ചുറ്റുമായിട്ടുള്ള ബാലുമേയും, ബാലുമേ മണൽത്തിട്ട എന്ന് പറയും, മണൽ കൂട്ടിയിട്ടുണ്ടായിരിക്കാം. ആ മണൽത്തിട്ടയിലെ പൂരി ഖേൽഘണ്ടി ലംഗടി ടാങ് കേലി, ആ ലംഗടി ടാങ് എന്നുള്ള കളി അവർ ആ പീരീഡ് മുഴുവനും കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ ലേഖന് തോന്നുകയാണ്, ബച്ചോങ്കോ അപ്പനെ ചാരോമോർ ഖേൽത്തെ ദേക്കർ, തൻ്റെ ചുറ്റും കളിക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ, ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധി പ്രതിമയ്ക്ക് കുछ समय से अधिक മുസ്കുരാൻ പുഞ്ചിരിക്കുക, ഗാന്ധി പ്രതിമയിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരിക്കാം. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഈ കുട്ടികളെ കണ്ടപ്പോൾ ഗാന്ധി പ്രതിമയ്ക്ക് പോലും ഉണ്ടായിരുന്ന, അതായത് ഗാന്ധിജിയുടെ ചിരിക്ക് കുറച്ചും കൂടിയും തിളക്കം കൂടിയോ എന്ന് തോന്നിയെന്ന്. അത്രയും സന്തോഷകരമായൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയണു.
रविवार का दिन था। साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था। वह एक स्टूल पर चढ़कर झूलता था। अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई। 1 इंच गहरा गड्ढा हो गया। रविवार का दिन था। रविवार ഞായറാഴ്ച. അന്ന് അവധി ദിവസമാണ്. അവധി ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर. നീം കി പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പ്, ആര്യവേപ്പ് എന്ന് പറയും. ആ ആര്യവേപ്പിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ചു, ഡാലിമ ശാഖ കൊമ്പ്, ആ കൊമ്പിൽ പിടിച്ചുകൊണ്ട് ജൂം രഹാഥ, സാഹിൽ അതുമ്മേ പിടിച്ചിങ്ങനെ ഊഞ്ഞാലാടണ പോലെ പിടിച്ചിങ്ങനെ ആടുകയായിരുന്നു. വഹ എക് സ്റ്റൂൾ പർ ചടുക്കർ ഝൂൽത്താ ഥ, ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് കുട്ടി ആ ശാഖയുടെ മുകളിൽ ഇങ്ങനെ ആടി ഉലയുണ്ടായിരുന്നത്. അച്ചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി എക് കീൽ, ആ കസേരയിലത്തെ അല്ലെങ്കിൽ ആ സ്റ്റൂളുമ്മലത്തെ ഒരു ആണി, കീൽ എന്ന ആണി സാഹിൽ കി പിണ്ടലിമേ ലഗൈ, സാഹിലിൻ്റെ മുട്ടിന് പിന്നിലായിട്ടുള്ള മാംസം ഉണ്ടല്ലോ, നമ്മുടെ മസിൽസ് എന്ന് പറയും, ആ ഭാഗത്തായിട്ട് കുട്ടിക്ക് മുറിവേറ്റു. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗയ, ആണി കൊണ്ടുള്ള മുറിവായതുകൊണ്ട് 1 ഇഞ്ച് താഴെ, ഇത് വലിയ ഇറക്കത്തിലായിരുന്നു ആ മുറിവ്. അപ്പോൾ കാലിൻ്റെ മസിലിൻ്റെ ഭാഗത്തായിട്ട് ആ കുട്ടിക്കും മുറിവേറ്റു. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. സർക്കാരി अस्पताल ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ആ കുട്ടിയെ അവിടേക്ക് കൊണ്ടുപോയി. उसने देखा कि 2 लड़कों को छोड़कर आगे बेला खड़ी है. 2 ജനങ്ങളെ മുൻപിലായിട്ട് ബേല നിൽക്കുന്ന കാഴ്ചയാണ് കുട്ടി കണ്ടത്. സിർമേ പട്ടി ബന്ധുവാനെ ആയി, ബേല ബന്ധനത്തിനായിരിക്കാം, മുറിവ് തലയിൽ പറ്റിയിട്ടുണ്ട്, അതിനെ ബാൻഡേജ് ഇടാൻ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡ്രസ് ചെയ്യാനായിരിക്കാം. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते हैं. സ്കൂളിലേക്ക് വരുന്ന സമയത്ത്, ആ സമയങ്ങളിൽ 2 കുട്ടികളെ അവിടെ കണ്ടിരുന്നു. ഒരാളുടെ തലയിൽ ബാൻഡേജിനും മറ്റൊരാളുടെ കാലിൽ മുറിവേറ്റുമുള്ള 2 കുട്ടികളെയും അവിടെ സ്കൂൾ തുറന്നു വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചു എന്നും പറയണം. അങ്ങനെ ആ 2 കുട്ടികൾ, ഒരാളുടെ തലയിലും ഒരാളുടെ കാലുമേയും മുറിവേറ്റ 2 കുട്ടികളെ അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. സഫേദ് പട്ടി വാലെ യേ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിക്കായി ദേത്തെ ഥേ. പക്ഷേ ഈ മുറിവേറ്റ ഈ 2 കുട്ടികളും, അതായത് ഇങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കുന്ന 2 കുട്ടികളെയും കഹീം പർ ഭി, എവിടെ നോക്കിയാലും സാത്ത് ഹി ദിക്കായി ദേത്തെ, ഒരുമിച്ച് മാത്രമേ അവരെ അവിടെ കണ്ടിരുന്നുള്ളൂ. അപ്പം അത്രയും അവരെ കൂട്ടുകെട്ട് അത്ര നല്ലതായിരുന്നു കൊണ്ട് അവർ ആ മുറിവേറ്റപ്പോഴും എപ്പോഴും അവർ ഒരുമിച്ച് തന്നെ എപ്പോഴും കണ്ടു. ഭാഗം 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गए. यह स्कूल 5वीं तक ही था. 5वीं റിസൾട്ട് आ गया. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. दोनों छठी में आ गया, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് എത്തി. യഹ സ്കൂൾ 5वीं तक ही था. ആ സ്കൂളാണെങ്കിൽ 5ാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാഹിൽ अब तुम कहाँ पढ़ोगे, बेला ने पूछा. बेला സാഹിലിനോട്, ഇനി നീ എവിടെയാ പഠിക്കുക? അവർ തും കഹാം പഠോഗി ബേല, സാഹിലിനെ പൂച്ച. മറുപടിക്ക് പകരം വീണ്ടും ഒരു ചോദ്യമാണ്, നീ എവിടെയാ പഠിക്കുക ചോദിച്ചു. മേരെ പാപ്പ കഹ രഹേ ഥേ കി തുജെ രാജകീയ കന്യാ പാഠശാല പഠായെങ്കിൽ, ചോദിക്കാണ്. എൻ്റെ അച്ഛൻ പറഞ്ഞു രാജകീയ കന്യാ പാഠശാലമേ, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലാണ് പഠിപ്പിക്കണേ എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവിടെ തുജെ അല്ലെങ്കിൽ മുജെ എന്നാക്കട്ടെ, മുജെ രാജകീയ കന്യാ പഠായെങ്കിൽ, എന്നെ അവിടെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അവർ നീ എവിടെ പഠിക്കുക എന്ന് ചോദിച്ചു. മുജെ അഗ്ലേ സാൽ അജ്മീർ ഭേജ്നെങ്കിൽ, എന്നെ അടുത്ത കൊല്ലം അജ്മീർ എന്ന സ്ഥലത്തേക്കാണ് അയക്കുന്നത്. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, ഘർ സെ ദൂർ വഹാം അക്കേല രഹുങ്ക, വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ്, അതുകൊണ്ട് എന്നെ അവിടെ ഹോസ്റ്റലിൽ നിർത്തും. അക്കേല രഹുങ്ക, ഞാനവിടെ തനിച്ചാവും എന്ന് പറഞ്ഞു. ക്യൂ സാഹിൽ, എന്താ അങ്ങനെ എന്ന് ചോദിച്ചു. പതാ നഹി ക്യൂ, അറിയില്ല, എന്തുകൊണ്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. തോ യാനി കി അബ് തും ഫുലേര മെഹി നെഹിൻ രഹോഗെ, അപ്പോൾ നീ ഇനി ഫുലേരയിലേക്ക് വരില്ലേ, താമസിക്കില്ലേ എന്ന് ചോദിച്ചു. നെഹിം തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, അപ്പോൾ പറഞ്ഞു നിന്റെ റിപ്പോർട്ട് കാർഡ് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ ഥാ और ബേല സാഹിൽ കാ, സാഹിൽ ബേലയുടെയും ബേല സാഹിലിൻ്റെയും റിപ്പോർട്ട് കാർഡ് നോക്കി. സാഹിൽ ബേലയുടെയും
ബേല സാഹിലിനെ റിപ്പോർട്ട് കാർഡ് നോക്കി കഴിഞ്ഞപ്പോൾ ആജ് ആഖിരി ബാർ വേ ഏക് ദൂസരെ കി കോയി ചീസ് കോ ഛൂ കർ ദേഖ് രഹേ ഥേ. അവസാനമായിട്ട് രണ്ടുപേരും അവസാനമായിട്ടാണ് പരസ്പരം സാധനങ്ങൾ മറ്റു രണ്ടുപേരുടെ സാധനം ഇങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടു നോക്കുന്നത് എന്ന് പറയുന്നു. കാരണം ഇത്രയും കാലം ഒരുമിച്ചായിരുന്നു. അങ്ങനെ ലേഖകന് പറയാൻ തോന്നി. തുമാരി ആഖോമേ ആസു ക്യൂ ആ രഹേ ഹേ ബേല. ഇപ്പൊ ചോദിക്കാണ്, എന്താ നിന്റെ കണ്ണിലെ കണ്ണുനീരെ? ആസു മീൻസ് കണ്ണുനീരെ ചോദിച്ചു. മുझे ക്യാ പത, എനിക്കെന്താ അറിയാ. ബേലാനെ ഡബ്ഡബായി ആംഖോ സേ ഹസ്തേ ഹുവേ. ഡബ്ഡബായി എന്ന് പറഞ്ഞാൽ തുളുമ്പി നിൽക്കുന്ന, കണ്ണുനീര് തുളുമ്പി നിൽക്കുന്ന കണ്ണുകൊണ്ട്, കണ്ണില് കണ്ണുനീരുണ്ട് എങ്കിലും ഹസ്തേ ഹുവേ ചെറിയൊരു ചിരിയോടുകൂടി മറുപടി പറഞ്ഞു. അപ്പോൾ സങ്കടമുണ്ട്, പക്ഷേ സാഹിലിൻ്റെ മുമ്പിൽ കരയാനുള്ള വിഷമം കൊണ്ടായിരിക്കാം ബേല കണ്ണ് നിറഞ്ഞു നിൽക്കണ്ടെങ്കിലും ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല എന്നുള്ള മറുപടിയാണ് അവിടെ പറഞ്ഞത്. അടുത്ത ഭാഗം. സാഹിൽ की आंखें बीर बहूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. बेला कहने लगी, मैं चिढ़ाऊं अब तुम्हें, रोनी सूरज साहिल, रोनी सूरज साहिल. സാഹിൽ की आंखें बीर बहूटी लाल होने लगी थी. സാഹിലിൻ്റെ കണ്ണുകളിൽ ബീർ ബഹൂട്ടിയുടെ പോലെ തന്നെയുള്ള റെഡിഷ് നിറം, അതായത് കണ്ണുകൾ വിഷമം കൊണ്ട് കരച്ചിലുള്ളതുകൊണ്ട് ചുവക്കാൻ തുടങ്ങി. ഉന്മേ ബാരിഷ് കി ബൂന്തോ സ പാനി ബർഗയാഥ. കണ്ണിലെ എങ്ങനെയാണോ മഴ പെയ്യുമ്പോൾ കണ്ണുനീരുണ്ടാകും, വെള്ളം മഴത്തുള്ളിൽ ഉണ്ടാവണം, അതേപോലെ കണ്ണിലും വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങി. ബേലാനെ കഹ മേ ചിടാവും അബ് തുമേ സാഹിൽ. അപ്പോൾ ബേല പെട്ടെന്ന് കുട്ടി കളിയാക്കാൻ പാകത്തിനെ ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. രോനി സൂരജ് സാഹിൽ, രോനി കരച്ചിലാണല്ലോ, മുഖത്ത് സങ്കടമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ബേല ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ സങ്കടമുള്ള ഉണ്ട്, പക്ഷേ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി സാഹിലും സങ്കടം പുറത്ത് കാണിക്കാണ്ട് വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥ. അതേ അവസ്ഥ തന്നെ ആർക്കുണ്ട്? ബേലയ്ക്കുണ്ട്. അപ്പോൾ രണ്ടുപേരും ആ സ്കൂളിൽ അവസാനത്തെ ഒരു ദിവസമാണ്, രണ്ടാളും അവിടെ നിന്ന് പിരിയാണ്. അപ്പോൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് പോകണം. അങ്ങനെ രണ്ടുപേരും വേറെ സ്കൂളിലേക്ക് പോകാനുള്ള അവസാനത്തെ ദിവസമാണ് അത്. ഇനി അടുത്ത ഭാഗം. बारिशें आने में 1.5 महीना बाकी था, लेकिन यह बारिश से पहले की बारिश का एक दिन था. बारिशें आने में 1.5 महीना बाकी था. 1.5 മാസം സമയമുണ്ട് ഇനി മഴക്കാലം വരാനായിട്ട്. ലേക്കിൻ യഹ് ബാരിഷ് സെ പെഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ താ. പക്ഷേ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപുള്ള ഒരു മഴ ദിവസമായിരുന്നു അത് എന്ന് പറയുന്നു. ആസ്മാൻ മേ ഘട്ടായേം ഗിരി थी. ആകാശത്ത് കാർമേഘങ്ങളെല്ലാം പരന്നു കിടക്കുന്നുണ്ട്. ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹി थी. ശക്തിയായ കാറ്റ്, പൊടി പാറുന്ന ശക്തിയായ കാറ്റും വീശുന്നുണ്ട്. പാനി ബരസ് രഹാ ഥാ. മഴയും പെയ്യുന്നുണ്ട്. फुलेरा कस्बे की बादल छाई एक गली में 5वीं स्टडी में चली गई एक लड़की जा रही थी. 5ൽ നിന്ന് 6ലേക്ക് പോയ അല്ലെങ്കിൽ ജയിച്ച ഒരു പെൺകുട്ടി ഫുലേര എന്ന ആ ചെറിയ പട്ടണത്തിന്റെ തെരുവിലൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ഇവിടെ ഈ രണ്ട് കുട്ടികളുടെയും സങ്കടം, കരച്ചിലെ വിഷമം, ദുഃഖത്തെയാണ് അവിടെ കാർമേഘമായിട്ടും മഴയായിട്ടും അതുപോലെ തന്നെ മഴത്തുള്ളികളായിട്ടും ശക്തിയായ കാറ്റുമൊക്കെ ആയിട്ട് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ ശരിക്കും മഴയില്ല, പക്ഷെ അവരുടെ മനസ്സിലെ ഒരു മഴ ദിവസം, സങ്കടത്തിൻ്റെ ഒരു മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അവിടെ ധൂൽ ഭരി തേസ് ഹവ, അതുപോലെ തന്നെ ഘട്ടായേം ആസ്മാൻമേം ഘട്ടായേം എന്നുള്ള വേടൊക്കെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ സങ്കടത്തിലെ ആ രണ്ടുപേരും, ആ പെൺകുട്ടി ഫുലേര എന്ന കസ്ബെ പട്ടണത്തിലെ ചെറിയ തെരുവിൽ നിന്നും നടന്നു പോകുന്നൊരു കാഴ്ചയും, ഉസ്കെ ഭൂരേ ബാൽ ബീർ ബഹൂട്ടിയോ കെ രംഗ് കെ ലാൽ റിബൻ സെ ബന്ധേ ഥേ. ആ കുട്ടിയുടെ ഭൂരേ ബാൽ ചെമ്പിച്ച മുടികളിൽ ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന നിറമുള്ള റിബണും കെട്ടിയിട്ടുണ്ടായിരുന്നു. ദൂസരി ദിശാക്കോ അടുത്ത ഓപ്പോസിറ്റ് സൈഡിൽ, അപ്പോൾ ഒരു ഭാഗത്ത് ഈ കുട്ടി നടന്നു പോകുന്ന കാഴ്ചയും അതിൻ്റെ എതിർവശത്തേക്ക് കൂടെ നടന്നു പോകുന്ന ആരാം? ഏക് ഗലിമേ 5वीं से छठी में गया 11 साल का लड़का. ഒരു 11 വയസ്സുള്ള 5ൽ നിന്ന് 6ലേക്ക് വിജയിച്ച ഒരു ആൺകുട്ടിയും ഈ കുട്ടി നടന്നു പോയതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ കൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ചയും അവിടെ കാണാം.
इसकी पिंडली में बीरबहूटी के रंग का सा 1 इंच लंबा चोट का निशान था. ആ കുട്ടിയുടെ കാലിലാണെങ്കിലോ കാലിന്റെ മസിലിന്റെ ഭാഗത്തായിട്ട് 1 ഇഞ്ച് നീളമുള്ള ചോട്ട് മുറിവ് ഏറ്റ നിശാൻ അടയാളം ഉണ്ടായിരുന്നു. ആ അടയാളം അതും ഇതുപോലെ തന്നെ ബാൻഡേജ് ഒക്കെ ഇട്ട് കെട്ടിയ, കാരണം റെഡിഷ് നിറമാണ് ആ കുട്ടിയുടെ കാലിന്മേൽ ഉണ്ടായിരുന്നു. ആ മുറിവ് പറ്റിയ അടയാളമുള്ള കാലുകളും വെച്ചുകൊണ്ട് ആ കുട്ടി ഒരു സൈഡിലേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പെൺകുട്ടി നടന്നു പോകുന്ന ഒരു കാഴ്ച അവിടെ കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇത്രയും ഭാഗം നന്നായി പഠിക്കുക. അടുത്ത ദിവസം എൻ്റെ നോട്ട്സൊക്കെ അയച്ചു തരാം. താങ്ക് യു.